സെന്ററിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. PSC ഉദ്യോഗാർത്ഥികളെല്ലാം തന്നെ നോട്ടിഫിക്കേഷന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന ഒരു സമയമാണ്. അടുത്ത വർഷത്തേക്കുള്ള പരീക്ഷയ്ക്കുള്ള നോട്ടിഫിക്കേഷനുകളെല്ലാം തന്നെ ഈ വർഷം ഡിസംബർ 31 മുമ്പായിട്ട് തന്നെ എല്ലാ നോട്ടിഫിക്കേഷനുകളും വരുന്നതാണ്. അപ്പോൾ ഈ വർഷത്തെ അവസാനത്തെ നോട്ടിഫിക്കേഷൻ ആണോ അതോ സെക്കൻഡ് ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ ആണോ എന്നറിയില്ല. എങ്ങനെയാണെങ്കിലും ഡിസംബർ 30-ന് 47 തസ്തികകളിൽ വിജ്ഞാപനം വരാൻ പോകുന്നു എന്ന ഒരു വാർത്തയാണ് അറിയാൻ കഴിയുന്നത്. അതിനുള്ള തീരുമാനങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഡിസംബർ 30-ന് PSC നോട്ടിഫിക്കേഷനായിട്ട് പ്രസിദ്ധീകരിക്കുകയും ചെയ്യും. അപ്പോൾ 47 തസ്തികകൾ, അതായത് സബ് ഇൻസ്പെക്ടർ ഉൾപ്പെടെ 47 തസ്തികകളിലാണ് വിജ്ഞാപനം വരാൻ പോകുന്നത്. അപ്പോൾ ഏതൊക്കെ തസ്തികകളിലാണ് വിജ്ഞാപനം വരുന്നത്, ജനറൽ റിക്രൂട്ട്മെന്റ് ഏതൊക്കെയാണ്, ജില്ലാ തലത്തിൽ ഏതൊക്കെയാണ്, അതുപോലെ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ഏതൊക്കെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ വിശദമായിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് നോക്കാം. പോലീസ്, കേരള സിവിൽ പോലീസ് വകുപ്പില് സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ട്രെയിനി ആൻഡ് പോലീസ് ആംഡ് പോലീസ് ബറ്റാലിയൻ വകുപ്പില് ആംഡ് പോലീസ് സബ് ഇൻസ്പെക്ടർ ട്രെയിനി ഉൾപ്പെടെ 47 തസ്തികയിൽ വിജ്ഞാപനം പ്രസിദ്ധീകരിക്കുന്നതിന് വേണ്ടിയിട്ട് PSC തീരുമാനിച്ചിട്ടുണ്ട്. പ്രധാന തസ്തികകള് ജനറൽ റിക്രൂട്ട്മെന്റ് സംസ്ഥാന തലം ഭാരതീയ ചികിത്സാ വകുപ്പില് മെഡിക്കൽ ഓഫീസർ, കൂടാതെ കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പില് അഗ്രികൾച്ചറൽ ഓഫീസർ, ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസ വകുപ്പില് ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ ഫിസിക്സ്, അതുപോലെ തന്നെ പുരാവസ്തു വകുപ്പില് ഡ്രാഫ്റ്റ്മാൻ, സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പില് ട്രേഡ്സ്മാൻ പോളിമർ ടെക്നോളജി, അതുപോലെ തന്നെ ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രിയൽ ബോർഡില് പാങ്കർ ഇൻസ്ട്രക്ടർ, സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് കയർ മാർക്കറ്റിംഗ് ഫെഡറേഷനിൽ ലിമിറ്റിലെ കയർ ഫെഡ് സിവിൽ സബ് എഞ്ചിനീയർ പാർട്ട് 1, 2, അതുപോലെ തന്നെ ജനറൽ സൊസൈറ്റി കാറ്റഗറി വരുന്നുണ്ട്. അതുപോലെ തന്നെ ജനറൽ റിക്രൂട്ട്മെന്റ് ജില്ലാതലം തിരുവനന്തപുരം, കോട്ടയം ജില്ലകളിൽ വിദ്യാഭ്യാസ വകുപ്പിൽ LP സ്കൂൾ ടീച്ചർ മലയാളം മീഡിയം തസ്തിക മാറ്റം മുഖേന, വിവിധ ജില്ലകളിൽ വിദ്യാഭ്യാസ വകുപ്പിൽ UP സ്കൂൾ ടീച്ചർ തമിഴ് മീഡിയം, അതുപോലെ തന്നെ വിവിധ ജില്ലകളിൽ ആരോഗ്യ വകുപ്പിൽ ജൂനിയർ പബ്ലിക് ഹെൽത്ത് നേഴ്സ് ഗ്രേഡ് 2, അതുപോലെ തന്നെ വിവിധ ജില്ലകളിൽ വിവിധ വകുപ്പുകളിൽ കോൺഫിഡൻസ് അസിസ്റ്റന്റ് ഗ്രേഡ് 2 നേരിട്ടും തസ്തിക മാറ്റം മുഖേനയും, അതുപോലെ തന്നെ പാലക്കാട് ജില്ലയിൽ ഹോമിയോപ്പതി വകുപ്പിൽ നേഴ്സ് ഗ്രേഡ് 2, അതുപോലെ തന്നെ തിരുവനന്തപുരം ജില്ലയിലെ നാഷണൽ കേഡറ്റ് കോർപ്പില് NCC എയറോ മോഡലിംഗ് ഹെൽപ്പർ വിമുക്ത ഭടന്മാർ മാത്രം. വിവിധ ജില്ലകളിൽ കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ലിമിറ്റഡിൽ അസിസ്റ്റന്റ് സെയിൽസ്മാൻ, സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് സംസ്ഥാന തലം പുരാവസ്തു വകുപ്പില് ക്യൂറേറ്റർ പട്ടികജാതി വർഗം, അതുപോലെ തന്നെ സ്റ്റേറ്റ് ആർക്കൈവ്സ് വകുപ്പില് കൺസർവേഷൻ ഓഫീസർ പട്ടികജാതി വർഗം, സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ജില്ലാതലം പാലക്കാട് ജില്ലയിലെ ആരോഗ്യ വകുപ്പില് ലാബോറട്ടറി ടെക്നീഷ്യൻ ഗ്രേഡ് 2 പട്ടികവർഗം. അവസാന തീയതി, അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി ജനുവരി 29 ആയിട്ടാണ് നോട്ടിഫിക്കേഷൻ വരുന്നത്. ഡിസംബർ 30-നുള്ള ഗസറ്റിലെ വിജ്ഞാപനം പ്രസിദ്ധീകരിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അപ്പോൾ 47 തസ്തികകളിലാണ് വിജ്ഞാപനം വരാൻ പോകുന്നത്. സബ് ഇൻസ്പെക്ടറൊക്കെ ധാരാളം ഉദ്യോഗാർത്ഥികൾ വളരെ പ്രതീക്ഷയോടെ കാത്തിരുന്ന തസ്തികകളാണ്. അങ്ങനെ 47 തസ്തികകളിലാണ് വിജ്ഞാപനം വരാൻ പോകുന്നത്. ഉദ്യോഗാർത്ഥികൾക്കെല്ലാം തന്നെ അപേക്ഷ സമർപ്പിക്കാൻ യോഗ്യരായിട്ടുള്ള ഉദ്യോഗാർത്ഥികളെല്ലാം തന്നെ അപേക്ഷ നിങ്ങളുടെ പ്രൊഫൈൽ വഴി, PSCയുടെ പ്രൊഫൈൽ വഴി നിങ്ങൾ അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. അപ്പോൾ ഓരോ ഉദ്യോഗാർത്ഥിയും വളരെ ശ്രദ്ധയോടുകൂടി തന്നെ അപേക്ഷ സമർപ്പിക്കാൻ ശ്രദ്ധിക്കുക. ഓരോരുത്തരും അവരവരുടെ യോഗ്യതകളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കി തത്തുല്യം വെക്കുന്ന ഉദ്യോഗാർത്ഥികളാണെങ്കിൽ പോലും അത് തുല്യതയുണ്ടോ, തങ്ങൾ യോഗ്യരാണോ എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി തന്നെ അപേക്ഷ സമർപ്പിക്കാൻ ഓരോ ഉദ്യോഗാർത്ഥികളും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി എന്ന് പറഞ്ഞ് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.